നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് ബി.ജെ.പി. നിയമമണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം എഴുതിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്ക് വേണം വികസിത നിയമം എന്നാണ് ചുവരിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നിയമത്തിന്റെ മാറ്റത്തിന് തുടക്കമാണ് ഇതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമത്ത് മത്സരിക്കാനാണ് ആഗ്രഹം. പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തനിക്ക് നിയമത്ത് മത്സരിക്കാൻ അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനലൂർ കോട്ടവട്ടത്ത് വീട് ഇടിഞ്ഞു വീട് ഉറങ്ങിക്കിടന്ന 12 വയസ്സുകാരന് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ കോട്ടവട്ട സ്വദേശി വിനോദിന്റെ വീടിന്റെ മേൽക്കൂര അടക്കമാണ് നിലം പതിച്ചത്. വിനോദും ഭാര്യയും 2 മക്കളും വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന സമയത്താണ് സംഭവം. അപകട സമയത്ത് പ്രദേശത്ത് മഴ പെയ്തിരുന്നു. കാലപ്പഴക്കം കാരണം ചോർച്ച ഉണ്ടായിരുന്ന വീടിന്റെ മേൽക്കൂര ടാർപോളിൻ കെട്ടിയാണ് താൽക്കാലികമായി മറച്ചിരുന്നത്. മൺകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ ചുമരുകൾ വിണ്ടുകീറിയ നിലയിലായിരുന്നു. അപകടത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ 12 വയസ്സുകാരനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. കാട്ടക്കാമ്പൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പെരുമ്പള്ളി നഗറിൽ താമസിക്കുന്ന അന്നിക്കര സുബ്രഹ്മണ്യന്റെയും അശ്വതിയുടെയും മകൾ 9 വയസ്സുകാരി ദേവികയ്ക്കാണ് പരിക്കേറ്റത്. കാട്ടുപന്നി കുട്ടിയെ ആക്രമിച്ചതോടെ വീട്ടുകാർ ബഹളം വെക്കുകയും തുടർന്ന് മൃഗം തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് ഓടിമറയുകയും ചെയ്തു. വാരിയലിന്റെ മുകൾ ഭാഗത്ത് ആഴത്തിൽ പരിക്കേറ്റ ദേവികയെ ഉടൻ പഴഞ്ഞി കോട്ടയിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഉണ്ടാകുക എന്നാണ് പ്രവചനം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. ഫെബ്രുവരി 25 വരെ കേരളത്തിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പപ്സ് കഴിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു. മുനമ്പ സ്വദേശി ആന്റോണാണ് മരിച്ചത്. പപ്സ് കഴിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട ആന്റോണിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂ. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം.